പാണ്ടിപ്പട എന്ന ചിത്രത്തിൽ കെ.എസ്. ചിത്രയും അഫ്സലും ചേർന്നാലപിച്ച ഗാനവുമായാണ് അമൃത എന്ന ടോപ്പ്. മനസ്സിലും വെളിയിലും ഒക്കെ ഒരു ചിരി പടർത്തുന്ന ഒരു ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ആ ഒരു ജോയ് ഉണ്ടായിരുന്നു. എവിടെ ഞാൻ കണ്ടില്ലല്ലോ ഒന്നായിരുന്നു ഇടയ്ക്ക് വന്നു പോയത്. വനദേവത എന്ന ചിത്രത്തിൽ കെ.ജെ. യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് പാർത്ഥിവ് ഇന്ന് ടോപ്പ്. ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ജനകീയം ആലപിച്ച ഗാനവുമായാണ് ജനീലി എന്ന് ടോപ്പ്. ആലാപനത്തിൽ വന്ന ചില തെറ്റുകൾ വിധികർത്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? എന്ത് പറ്റി ജനീലിയ? എന്ത് പറ്റി? അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് മൈഥിലിക്കുട്ടി എന്ന് അളന്ന് തൂക്കി കൃത്യമായിട്ട് പാടി. പ്രൊഫഷണൽ സിംഗർ എങ്ങനെ പാടുന്നോ ഇങ്ങനെയാണ് പാടുന്നത്. മധുവിടെ ഇരുന്ന് ആഹാ 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 പിന്നെ പിന്നെ. എം.എസ്. ബാബുരാജിന്റെ സംഗീതത്തിലെ ജാനകിയം ആലപിച്ച ഗാനമാണ് എങ്ങനെയൊക്കെ നോക്കിയാലും മൈഥിലിക്കുട്ടിയുടെ ഗ്രാഫ് മേളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ ആലപിച്ച ഗാനവുമായാണ് ജഗത്ത് എന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ജയക്കൂട്ടന്റെ ഈ ഒരു ഏജില് ഇതിങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിംഗ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിയ എന്ന് രഘുകുമാറിന്റെ സംഗീതത്തിൽ കെ.ജെ. യേശുദാസും കെ.എസ്. ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണ് താരം. എഫേർട്ട്ലെസ് ആണെന്നറിയോ, ഓരോ ട്രാൻസിഷൻസും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദിയ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജിദ്ദ ഇന്ന് ടോപ്പ്. What an amazing performer. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ കെ.എസ്. ചിത്രയും സുജാത മോഹനും സംഗീതയും ചേർന്നാലപിച്ച ഗാനമാണ്. ഒരു ലൈവ് ഓഡിയൻസിന്റെ മുന്നിൽ പാടിക്കഴിഞ്ഞാൽ നമുക്കായി ഉന്നക്കായി കൊണ്ടുവരാന്ന് പറഞ്ഞു. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിൽ എം.ജി. ശ്രീകുമാർ ആലപിച്ച ഗാനവുമായാണ് എസ്തർ. താരങ്ങളുടെ മനോഹരാലാപനങ്ങളും മനോഹര പ്രകടനങ്ങളും കാണാൻ. ചാരുകേശി രാഗം അത് പഠിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇത്ര നന്നായി പാടിയെങ്കിൽ നിസ്സാരക്കാരിയല്ല ശിവകാമിക്കുട്ടി. ഏറ്റവും വലിയ വജ്രായുധം ഒബ്സർവേഷനാണ്. മനസ്സിലൂണ